കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। आई एम आरती। तो दोस्तों आज हम देखने वाले हैं मिन्नरम फिल्म को। इस फिल्म में लीड रोल में हैं मोहनलाल, शोभाना, थिलकन और दोस्तों इस फिल्म को डायरेक्ट किया है प्रियदर्शन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच मिन्नरम। लेट्स वॉच। इस टाइम पे कैसी गाड़ियाँ चलती थी ना। हाँ, ये कौन सी है? पता नहीं, कोई बहुत पुरानी कारें हैं। എന്താ കാര്യം? ആ ഒന്നുമില്ല. ഉണ്ട് താമ പറയാം. क्या और कितना परेशान। वहाँ नहीं बताया उसने। താൻ എന്നെ ഒന്ന് ഞാൻ മതി. എനിക്കൊരു 30 ലക്ഷം ओ 30 लाख। ജയിലിൽ എത്രയോ ക്രിമിനൽ अच्छा, अपने बेटे के बिजनेस के लिए। ബിസിനസ് തനിക്കറിയാമല്ലോ, ബേബി അവന്റെ ഭാര്യയും തമ്മില് പിന്നെ വലിയ പുതുശ്ശേരിൽ IG മാത്യൂസ് ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴാണ് താൻ തന്റെ ദുരഭിമാനം അനുവദിച്ചല്ലോ. ഒന്നും ആലോചിക്കാതെ 10 കാശ് ചോദിക്കാതെ സമ്മതിച്ചു. അതും അവനോട് പോലും ചോദിക്കാതെ. ഓ ബോബി തന്റെ പെങ്ങളെ മോന്. अच्छा, उसकी सिस्टर का बेटा है ना वो? उसकी सिस्टर का कि उसके भाई का बोला उसने? सिस्टर। अच्छा, बॉबी इसका वो है। ബേബിയുടെ കുട്ടികളെ കൊണ്ട് बेटा। ഷോപ്പിങ്ങിന് അങ്ങോട്ട് പോയിരിക്കാം. തന്റെ മോളും കൂടെ नहीं, बॉबी को तो कह रहा था അവൻ हाँ हाँ। क्यों मेरे बेटे ऐसा है। उसी के लिए तो ले रहा वो लोन भी। हाँ, मिन्नरम। मिन्नरम। मोहनलाल। कैसी गाड़ी है ना, कैसे होती थी पुरानी वाली गाड़ियाँ ना। और इन देखो कैसा है। अलग से हो जाने के लिए। बाहर से वो को हम्म, लोकेशन अच्छी है ना, कितनी ग्रीन भी दिखाई दे रही है। वहीं की होगी ये शायद, साउथ की तो होगी लोकेशन। हाँ वही की होगी। स्कूटर भी कैसे रहता था ना उस टाइम पे। हाँ, ट्रेन के पीछे वहाँ पर कोयले वाली ट्रेन। वो कितना धुआं छोड़ती थी ना। വെച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഒരു മര്യാദ, ഒരു ഉറപ്പിനെങ്കിലും. ബോബിയുടെ കമ്പനിയുടെ ആധാരം കൊടുത്താലും മതിയായിരുന്നു. ഡാഡിയുടെ കയ്യിൽ അവരുടെ സ്ഥാനത്ത് നിന്ന അതിന്റെ സ്നേഹവും ബഹുമാനവും അവൻ എന്നോടും ഈ കുടുംബത്തോടും കാണിക്കുന്നുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട അവൻ സമ്മതിക്കും. പക്ഷെ അവൻ എന്നോടല്ലാതെ ये मतलब बॉबी मोहनलाल। കരിഭൂതത്തിന്റെ കൂടത്തെ ഇനി കൂട്ടിലുണ്ടോ എന്തോ किसको बोल रहे हैं डेविल? ദേ വരുന്നു. इसी तो नहीं कहते टेबल। സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നാ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വരുന്ന മാഷന്മാരെ ഒക്കെ ഓരോ വിധത്തിൽ ശല്യം ചെയ്ത് ഇതുങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടാ എതിരാളികൾ ഓടുമ്പോ അവരുടെ കോണോമാല് പാടി ओ तलवार रखी हुई। കൊല്ലം കുറയായി. ഇനി എന്നോട് പറയണ്ട, എനിക്ക് ചിക്കനിൽ ജോലിയുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ये उसकी बात सुनने के लिए रुकाए। कह रहा था ये मैंने बहुत बार सुन लिया। ഇവിടെ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി നിന്റെ കമ്പനി സ്വത്തുമൊക്കെ ബാങ്കിൽ വെച്ച് അതുകൊണ്ട് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, തൽക്കാലം ബേബിച്ചാന്റെ കാര്യം നടക്കട്ടെ. അത് വേണം. വേണം. ശരി, ചോദിച്ചതിന് മാപ്പ്. ഞാൻ ആരെങ്കിലും വിശ്വസിക്കുമോ ഇവന്മാരിങ്ങനെ ചിരിച്ചു നടക്കുന്നത്? अच्छा, दोनों उसी के बेटे हैं। एक शायद अपना बेटा अच्छा, होगा एक अपना बेटा और एक बॉबी तो शायद उसकी सिस्टर का बेटा है।
स्कूटर भी देखो ना कैसे धुआं छोड़ रहा है. എല്ലാവരും കിമോണയാണ് ധരിക്കുന്നത്. എന്റെ ഭാര്യ എന്തുടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ അവളെ സാരി ഉടുപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ തന്റെ മോണ ഇടിച്ച് കിമോണയാക്കും. ഒരു മാനേജർ കൊടുത്തത് ഇപ്പൊ പറയുന്നു അടുത്ത മാസം തരാമെന്ന്. ഞാനായിരിക്കും അവസാനം കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ പറഞ്ഞയക്കാം. കുട്ടികളുടെ ये बच्चे नहीं के हैं? नहीं, रहते हैं शायद उनके साथ बस. ये बच्चे कौन होंगे फिर? अब ये कौन है? മാഷാണല്ലേ വരൂ. अच्छा टीचर है वो. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. അവസാനമായിട്ട് വന്നത് കക്കൂസാന്ന് പറഞ്ഞൊരു സായിപ്പാ. Oh. ജീവിതം കൊണ്ടുപോകും. डोंट वरी अबाउट എന്നുവെച്ചാൽ കടുവാക്കൂട്ടിലേക്കകത്താണ് തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. No problem. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് ഇത് അന്നത്തെ കമർത്തി വെളിയിലേക്ക് വർഷം പഠിക്കുമ്പോൾ ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ये क्यों भाग रहा है? അയ്യോ നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായോടാ. ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. ഇവൻ ഞങ്ങളുടെ കുറെ പണം Oh, उसे पैसे दिए थे. अच्छा उसने लॉटरी भी जीती आज. ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന് പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങതാ. എന്റെ പൊന്നുണ്ണിച്ചാ ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട. പറഞ്ഞൊക്കെ മതി. Oh, इतना सारा पैसा ले रखा उसने. അയ്യോ അച്ഛാ അതൊട്ടും ശരിയാവില്ല. വിടടാ. അതേ ശരിയാവും. ആ നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ ये क्यों पड़ रहा है बीच में? എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക. കാശ് ഞാൻ തരും. അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. उसे कुछ कहना चाह रहा है. जीता भी कि नहीं जीता वो लॉटरी और बोल दिया उसने मेरे घर पे आना है, मैं लौटाऊंगा पैसे. फालतू में ये मुसीबत अपने सर ले रहा है. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണി चुपचाप ना गए. കിട്ടിയത് 10 രൂപയാ. Oh. 10 रुपए जीता वैसे. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സാർ. Oh. തോന്നിവാസം കാണിച്ചാൽ വീരിക്കും. കാര്യം എന്താ വെച്ചാ പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? അങ്ങേക്ക് कैसे झूठ झूठ बातें बोल रहे हैं उसको. ആ വാളും എടുത്തോണ്ട് വരും. कैसे डरा रहे हैं उसे. അതൊക്കെ പൂച്ച അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. डर तो गया वो थोड़ा थोड़ा. अच्छा पता नहीं क्या है इनका प्लान. ഒക്കെ പുഴുവാ ചൊണ ഉണ്ട്. Oh. उसको प्रोवोक कर रहे हैं ताकि वो निकाले अपनी तलवार. മിണ്ടായിരുന്നു കഴിച്ചിട്ട് പോണം. यहाँ भड़का रहे हैं इसे. वहाँ उससे भी झूठ बोल दिया. अब वो सच में डर जाएगा. अब उसके पास जाएगा ना वो उसको लेके. हाँ. अब इस समय क्या रहेगा कि वो तलवार लेके आएगा. अब इससे अब तो ये सब कुछ उस सच चीज मान पे बिलीव लेगा. उन पे बिलीव करेगा उन बच्चों में. डर गया बेचारा. आ भी वैसे रहो हाँ. उसमें से देखेगा. देख लिया उसने.
अब उसे बच्चों की बात भी करने लग गया। हाँ खोजा उसने, भाग गया वो, खिड़की से भाग जाएगा। भाग गया। प्लान सक्सेस हो गया उनका उन बच्चों का। सुभाना। स्क्रीन प्ले, डायलॉग्स, डायरेक्शन प्रियदर्शन। प्रियदर्शन। എന്നാലും ഇതുങ്ങളെ നേരെ കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. हाँ ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്. കൂട്ടിയിട്ടല്ല അതിനെ. अरे വാ 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 अच्छा शुभाना है नहीं? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. कौन है ये जो बॉबी से मिलना चाहती है? എന്നെ डर गया बेचारा। कौन है जो बच्चे के साथ आया है? पुराना दोस्त। इसकी गर्लफ्रेंड थी क्या पहले? शायद। നിങ്ങളൊന്ന് സ്നേഹമായിരുന്നു. तो तुम्हारा कर रहा है जब भी उसने उसका बच्चा है वो। ഞാൻ നോക്കണേ പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ अच्छा सेम कॉलेज में थे वो। ആരും പറഞ്ഞു. അത് പെട്ടെന്ന് മനസ്സിലായി. ഡാഡി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽ യാതൊരു लेटर। My hunger for you can never eat the miles. ഇത് ഇതിനർത്ഥം നീ എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. उसको अटैक आने वाला। കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബിക്ക് കഴിയോ? എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്ലക്കാർഡ് ഡാഡി ഇവള് अब दिखा रहे हैं फ्लैशबैक। നാളെ 7 മറ്റന്നാൾ രാവിലെ 9 മണിക്ക് മുമ്പ് അവളെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ഇവനെ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. കുറേ നാളായി ഞാൻ कैसा बना रखा ना? നാളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഞാൻ നിന്നെ ഓ, പിടിച്ച് kiss ചെയ്യും. സ്കൂ കരോ. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എല്ലാരും കാശ് കൊടുത്തോണ്ട് എന്നെ പറയാ. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു तराम വാ. ये केवल बैठ के लिए ऐसा कर रहा है या फिर पता नहीं सही में करता तब से लाइक है? पता नहीं बैट भी तो लगा रखे थे उसने। मुझे लग रहा है बैठ के लिए कर रहा है शायद ये ऐसा। हाँ ഒരക്ഷരവും ബോബി മിണ്ടിയില്ല. ഒരു പ്രകോപനം കൂടാതെയാണ് നീന ബോബിയെ തല്ലിയത്. ുള്ള സ്ഥിതിക്ക് തന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണി. പബ്ലിക്കായി അയാളോട് താൻ മാപ്പ് പറയണം. इतनी छोटी सी बात के लिए प्रिंसिपल के पास क्यों चले गए? नहीं सबके सामने। तो इसने तो वैसे सही मारा थप्पड़, क्योंकि उसने पहले जो कहा था उस वजह से मारा उसने तो। നീനല്ല, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്. ആവശ്യം പറഞ്ഞതുകൊണ്ടാണ് അവൾ എന്നെ തല്ലിയത്. ओहो उसने एक्सेप्ट कर लिया। ഉണ്ടാക്കിയതിന് अच्छा बैट के अकॉर्डिंग उसको शेव करना था mustache।
अच्छा बाल भी ओ बोल दिया उसने। बोल दिया था। खुश हो गया। अच्छा ഫ്ലാഷ്ബാക്ക്. ഞാൻ തനിച്ചു പോവാം. ഞാൻ കൂടെ വരാം. താൻ എന്നെ ഒരു നല്ല സംസാരിച്ചു നോക്കട്ടെ. ആ ഇവിടെയാണോ താക്കോൽ വയ്ക്കുന്നത്? ഞാൻ വെച്ചേരാം. കുഞ്ഞിനൊരു പേര് കണ്ടു. അത് തന്നെ കുഞ്ഞിന്റെ പേര്. ജപ്തി നോട്ടീസ് ഓരോന്ന് വരാൻ തുടങ്ങും. लड़की वही है क्या वो ബാക്കിയുള്ള മനക്കാട് വേറെ. जो स्टार्टिंग में उन्होंने गाना दिखाया था जो उसके साथ थी वही होगी शायद। वो? അങ്കിൾ അപ്സെറ്റ് ആവണ്ട, നമുക്ക് സാവധാനം ആലോചിക്കാം. ഡാഡി ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കാം. വിശ്വസിക്കാലോ ഇല്ലെങ്കിൽ ദാ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഇവളെ എവിടെ പോയി? क्या चिंता हो रही है उसको? अच्छा वहाँ से निकालो चाबी। छुपाई रहती होगी ना। नहीं नहीं वीडियो रिकॉर्डर है। वीडियो रिकॉर्डर है अच्छा। उसमें तो वो दिख रहा है हाँ वो चाबी रख रहे थे। अब एक फालतू में ही अनाप शनाप सोचने लग गया। अब दिखा रहे हैं फ्लैशबैक। ये तो तैयार था शादी के लिए भी ना। കേട്ടോ पर ये इतना शौक क्यों हो गया? ये नहीं चाहते थे शायद शादी करना। നീന I hate you cheat। ബോബി, അവൾ ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോയെന്ന്. എന്താ കാര്യം? എന്താ കാര്യം? अच्छा इसको खुद नहीं पता वो हाँ। गई इधर छोड़ के। इससे भी नहीं पता। ഒന്നും പറയാതെ ഒരു ദിവസം പോയിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം കുറെ കാശല്ലേ? എത്ര വേണമെന്ന് പറ തരാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞ ഇവിടെ വളരുന്നത്ര സൗകര്യത്തിൽ തന്നെ എനിക്ക് വളർത്തണം. 10 പൈസ തരാൻ നിന്നെ ഇവിടെ ഇറക്കി വിടാൻ എനിക്കറിയാം. അടുക്കളയിൽ ഇത്തിരി പാലുണ്ടാവോ? കൊച്ചന്റെ അല്ലേ അങ്ങോട്ട് എടുത്തു വെച്ച് കൊടു. अरे दूध भी नहीं दे रहा उसको। കൊച്ചിന്റെ അച്ഛൻ അച്ഛൻ തന്നെ. എല്ലാവരും കൂടെ വലിച്ചു വരും ഏറി വെച്ചു. कैसे हो गया? चुप था।